തങ്ങന്മാരെ കുറ്റം പറയല്ലേ, എന്നാലും നമ്മളൊക്കെ ബുഖാരിയല്ലേ, ആ തങ്ങളല്ലേ, ഈ തങ്ങളല്ലേ, ഇവരൊക്കെ തങ്ങന്മാരല്ലേ, തങ്ങന്മാരിനിപ്പോ എന്തെന്നെ ചെയ്താലും നമ്മൾ അവരെ അങ്ങനെ പറയാൻ പാടുണ്ടോ? ആരാ ഇവിടെ തങ്ങന്മാരെ പറയുന്നത്? തങ്ങന്മാര് അഹ്ലു ബൈത്ത് ആരാ നിഷേധിക്കുന്നത്? അങ്ങനെ ഒരു ധാരണ ഉണ്ട് പല ആളുകൾക്കും. മുജാഹിദുകൾ അഹ്ലു ബൈത്തിനെ നിന്ദിക്കുന്നവരാണ്. എങ്ങനെയാ സഹോദരാ നിന്ദിക്കുക? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബമാണെന്ന് സ്ഥിരപ്പെട്ട അഹ്ലു ബൈത്തിനെ ആദരിക്കണം, ബഹുമാനിക്കണം. യാതൊരു സംശയവും ആ കാര്യത്തിൽ ആർക്കും വേണ്ട, ആർക്കും ഒരു സംശയവും ഇല്ലതാനും. പക്ഷേ അഹ്ലു ബൈത്താണ് എന്ന് പറഞ്ഞിട്ട് പലരും നടക്കുന്നുണ്ട്, പലരും പരമ്പര പറയുന്നുണ്ട്, പലരും പരമ്പര ഉണ്ടാക്കുന്നുണ്ട്. അത് ശരിയല്ല എന്ന് മനസ്സിലാകലപ്പോഴാ ഇപ്പുറത്തുള്ള ഗ്രൂപ്പിൽ നിന്നുള്ള തങ്ങള് അപ്പുറത്തേക്ക് പോയാൽ ഇതുവരെ തങ്ങളായിരുന്നയാള് തങ്ങളല്ലാതാകും. അപ്പുറത്തെ ഗ്രൂപ്പിലുള്ള വലിയ തങ്ങള് ഇപ്പുറത്തേക്ക് ഗ്രൂപ്പ് മാറി വന്നാൽ അതുവരെ അവിടെയുള്ളവർ തങ്ങളെന്ന് പറഞ്ഞു കൊണ്ട് നടന്നിരുന്നയാള് തങ്ങളല്ലാതായി മാറും. ഈ ഒരു അവസ്ഥ എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബത്തോട് സ്നേഹം വേണം, ബഹുമാനം വേണം. ലോകത്തതിന്ന് നിലനിൽക്കുന്നുണ്ടോ? ഉണ്ട്. ഖിയാമത്ത് നാൾ വരെ അവിടുത്തെ പരമ്പര ഉണ്ടാകും. പക്ഷേ അവരാര്, എവിടെ, എങ്ങനെ? അവരുടെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബത്തിൽ പെടാത്തവർ അവരുടെ പേരിൽ ആരെങ്കിലും പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ അവർക്കാണ് അതിന്റെ എല്ലാവിധത്തിലുള്ള അപകടങ്ങളും ഉള്ളത്. നരകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. വമനിദ്ദഅ ഖൗമൻ ലൈസ ലഹു ഫീഹിം നസബുൻ ഫൽയതബവ്വ മഖ്അദഹു മിനന്നാർ. ആരെങ്കിലും ഒരു സമൂഹത്തിലേക്ക്, ഒരു ജനതയിലേക്ക് ചേർത്തി പറഞ്ഞു, ആ വ്യക്തിക്ക് ആ സമൂഹവുമായിട്ട് ചേർത്തി പറയാൻ ഒരു നിലക്കും ബന്ധമില്ല, അവകാശമില്ല. അങ്ങനെ ഇല്ലാത്ത കബീലയിലേക്ക് കള്ളം പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും കബീലയിലേക്ക്, ഗോത്രത്തിലേക്ക്, കുടുംബത്തിലേക്ക് ആരെങ്കിലും ചേർത്തു പറയുകയാണെങ്കിൽ നരകത്തിയിൽ അവന്റെ ഇരിപ്പിടം അവൻ എത്രയും വേഗം തരപ്പെടുത്തിക്കൊള്ളട്ടെ. എനി സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബത്തിൽപ്പെട്ടയാളാണെന്ന് ഇനി കൃത്യമായി തന്നെ തെളിഞ്ഞാൽ പോലും ഇസ്ലാമിൽ ഒരു നിബന്ധനയുണ്ട്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും കറാമത്തുള്ളവൻ, ഏറ്റവും റബ്ബിന്റെ അടുക്കൽ ആദരവുള്ളവർ, അത്ഖാക്കും, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും പടച്ച റബ്ബിനെ പേടിയുള്ളവരാരാണോ അവരാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമന്മാർ. അവർക്കാണ് ആ പവറുള്ളത്. തങ്ങളാണെന്ന് പറഞ്ഞോണ്ടായില്ല. തങ്ങന്മാര് നിൽക്കേണ്ട പദവിയിൽ നിൽക്കണം. തങ്ങൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരാണോ എങ്കിൽ ആ തങ്ങന്മാര് നിൽക്കേണ്ട സ്ഥലത്തവർ നിൽക്കണം. അവരുടെ സ്ഥാനം അവർ കുറച്ചു കാണിക്കരുത്. അവരുടെ ബഹുമാനം അവരായിട്ട് അവർ നഷ്ടപ്പെടുത്തരുത്. അതെപ്പോഴാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും അവർ നിലനിൽക്കുന്നിടത്തോളം കാലമാണ് അവർക്ക് ബഹുമാനമുള്ളത്. ഇല്ലെങ്കിൽ ബഹുമാനുണ്ടോ? നിങ്ങൾ നോക്കൂ, ഒരു 2 വരി കവിത കേൾപ്പിക്കട്ടെ. ലഅംറുകമൽ ഇൻസാനു ഇല്ലാ ബിദീനിഹി ഫലാ തത്റുകി തഖ്വത്തി ഖാലൻ അലൻ നസബി ലഖദ് റഫഅൽ ഇസ്ലാമു സൽമാന ഫാരിസി വഖദ് വദഅ അശ്ശിർകുൻ നസീബ അബാ ലഹബി. വളരെ ചിന്തിച്ചോളണം ആ കവിതയുടെ ആശയം. നീ ചിന്തിച്ചോ മനുഷ്യ, നീ നിന്റെ ദീന് കൊണ്ടേ നീ വിജയിക്കുകയുള്ളൂ. ആദർശമാണ് വലുത്. നീ നിന്റെ തഖ്വ, പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാതെ ഇന്ന കുടുംബത്തിന്റെ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് നീ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരു പ്രയോജനവും ഇല്ല. ഇന്ന തറവാടാണ്, ഇന്ന കുടുംബമാണ്, ഇന്ന കബീലയാണ്, അതേ ഹാഷിം കുടുംബമാണ്, അബ്ബാസ് കുടുംബമാണ്, ഫാത്തിമികളാണ്, അലവികളാണ്, ബാലവികളാണ്, അങ്ങനെ പല കുടുംബത്തിലേക്കും നീ ചേർത്തി പറഞ്ഞിട്ട് തഖ്വയില്ലാതെ ജീവിച്ചാൽ ഒരു പ്രയോജനവും ഇല്ല.
അതിന് ചരിത്രം സാക്ഷിയാണ്. ലഖദ് റഫഅൽ ഇസ്ലാമു സൽമാന ഫാരിസി വഖദ് വദഅ ശിർകുൻ നസീബ അബാ ലഹബി. ഏതോ വിദൂര ദേശത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബ ബന്ധവുമായിട്ട് അല്പം പോലും ബന്ധമില്ലാതെ അങ്ങ് വിദൂര ദേശമായ പേർഷ്യയിൽ നിന്ന് ഫാരിസിയായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് വന്നപ്പോൾ, അതനുസരിച്ച് മഹാനവറുകൾ ജീവിച്ചപ്പോൾ ഇസ്ലാമിൽ അദ്ദേഹത്തിന് എത്ര വലിയ പദവിയിലേക്കാണ് അദ്ദേഹം ഉയർത്തപ്പെട്ടത്. അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച മക്കയിൽ ജീവിക്കാൻ അവസരം കിട്ടിയിട്ട് അവിടുത്തെ കുടുംബത്തിലെ മെമ്പറായിട്ട് പോലും അബൂലഹബിനെ അതേ ശപിച്ചുകൊണ്ടിരിക്കുകയല്ലേ മുസ്ലിമീങ്ങൾ. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടയാള് അബൂലഹബിന് നാശമെന്നല്ലേ ഖുർആൻ പറയുന്നത്. അപ്പോൾ ഒരു തങ്ങൾ കുടുംബത്തിലെ മെമ്പറുമല്ലാതെ ഫാരിസിക്കാരനായ പേർഷ്യക്കാരനായ സൽമാൻ റളിയല്ലാഹു അൻഹുവിന് അത്യുന്നത പദവി ഇസ്ലാം കൊടുത്തപ്പോ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിതൃവ്യനായ അബൂലഹബ് ശപിക്കപ്പെട്ടു പോയി. എന്തേ കാരണം? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച സന്ദേശങ്ങളെ കൈയൊഴിച്ചോ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല നമുക്ക് തങ്ങന്മാരോട് ഒരു വെറുപ്പില്ല. നിങ്ങൾ ഒറിജിനൽ തങ്ങളാണോ നല്ലത്, ഒറിജിനൽ തങ്ങളായി നടന്നോളൂ. ഒറിജിനൽ തങ്ങളായി ഒറിജിനൽ തങ്ങൾ പഠിപ്പിച്ച സന്ദേശത്തിലേക്ക് വരൂ. അതാ നമ്മൾ പറയുന്നത്. മഹാനായ റസൂലുള്ളാഹി തങ്ങന്മാരുടെ നേതാവ്, ലോക മുസ്ലിമീങ്ങളുടെ നേതാവ്, റഹ്മത്തുൽ ലിൽ ആലമീൻ, അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച ആശയങ്ങളിലേക്ക്, ആദർശങ്ങളിലേക്ക് തിരിഞ്ഞു വരണം. ഇബ്നു കസീർ റഹിമഹുള്ള പറയുന്നത് നോക്കൂ. എപ്പോഴാ തങ്ങന്മാർക്ക് ആദരവുള്ളത്? ശരിക്കും ശ്രദ്ധിച്ചോളണം. ഇദാ കാനൂ മുത്തബിഈന ലിസ്സുന്നത്തിൻ നബവിയ്യത്തി الصحيحة الواضحة الجلية كما كان عليه سلفهم كالعباس وبنيه وعلي وأهل ذريته رضي الله عنهم أجمعين. അഹ്ലു ബൈത്തിന് ബഹുമാനമുണ്ട്, ആ കുടുംബത്തോട് നമുക്ക് സ്നേഹമുണ്ട്. എപ്പോഴാണതെന്നോ അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വ്യക്തമായ സുന്നത്തുകളെ പിൻപറ്റുന്നിടത്തോളം കാലം. ഏതുപോലെ അവരുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നല്ലോ. അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ബാസിന്റെ കുടുംബം മക്കള്, അലി റളിയല്ലാഹു അൻഹു, അവിടുത്തെ സന്താന പരമ്പരകൾ റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവരൊക്കെ നടന്ന ആ പാതയിൽ മുന്നോട്ട് പോകും.